അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ജനറേറ്ററാണ്. അതായത് മോട്ടോർ പ്രവർത്തിപ്പിക്കുന്ന ഒരു സിമ്പിൾ ജനറേറ്ററാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് കുട്ടികൾക്ക് സ്കൂളിൽ എക്സിബിഷൻ വരുമ്പോഴൊക്കെ അതിൽ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ നമുക്ക് വേണ്ടത് കാർഡ്ബോർഡ് ഷീറ്റ് വേണം. കാർഡ്ബോർഡ് ഷീറ്റ് ഒരടി നീളവും 6 ഇഞ്ച് വീതിയുമുള്ള കാർഡ്ബോർഡ് ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ജ്യൂസിൻ്റെ ഇതേപോലത്തെ ഒരു ക്യാന് വേണം. ക്യാനുകൾ ഇതേപോലത്തെ ഏതായാലും മതി. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ചെറിയൊരു പൈപ്പ് വേണം. ഒരു 3 ഇഞ്ച് നീളമുള്ള പൈപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു എംസീൽ വേണം. ഇത് ഹാർഡ്വെയർ ഷോപ്പിൽ കിട്ടാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് തെർമോക്കോളിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കണം. തെർമോക്കോൾ ഇല്ലെങ്കിൽ കാർഡ്ബോർഡ് ഷീറ്റ് ആയാലും മതി. നമുക്ക് ക്യാന് നിർത്താനാണ് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളങ്ങനെ സ്റ്റാൻഡ് നിൽക്കാനായി തെർമോക്കോളിൻ്റെ ഒരു പീസ് ഉണ്ടാക്കിയെടുത്തു. ഇതേപോലത്തെ 2 എണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. തെർമോക്കോൾ ഈ ഒരു ഷേപ്പിൽ ക്യാന് നിൽക്കാനായി നമ്മൾ വെട്ടിയെടുക്കണം. ഇനി നമ്മൾ ആ തെർമോക്കോളിനെ ക്യാനിൽ നമുക്ക് നിർത്തണം. അപ്പോൾ അതിന് കാർഡ്ബോർഡ് ഷീറ്റിൽ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ തെർമോക്കോളിനെ അതിലേക്ക് ഒട്ടിച്ച് വയ്ക്കുക. നമ്മൾ അടുത്ത തെർമോക്കോൾ ഒട്ടിക്കുമ്പോൾ ആ ക്യാനിൻ്റെ നീളം മാർക്ക് ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ആ തെർമോക്കോൾ എടുത്ത് അതിലൊട്ടിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു കുഞ്ഞ് സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കണം. മെഴുകുതിരി വെക്കാനാണ് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഒരു കുഞ്ഞ് തെർമോക്കോൾ എടുത്ത് ആ ഗ്ലൂ അപ്ലൈ ചെയ്തതിൽ ഒട്ടിച്ച് കൊടുത്തു. അതിന് ശേഷം ഓപ്പോസിറ്റ് ഭാഗത്തും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഒരു തെർമോക്കോൾ എടുത്ത് അതിലും ഒട്ടിച്ചു. ഇനി നമുക്ക് നീളത്തിലെ തെർമോക്കോൾ ഒട്ടിക്കണം. അതിന് ആ 2ലും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ തെർമോക്കോൾ ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ ഇതേപോലെ ഒരു ക്യാനിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കണം. അതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ എടുത്ത ആ പൈപ്പ് ക്യാനിനുള്ളിലേക്ക് ഇറക്കി ക്യാനിൻ്റെ ഹോള് എംസിയിൽ വെച്ച് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം എംസിയിൽ ഒന്ന് സെറ്റാവാൻ ഒരു 10 മിനിറ്റ് വേണ്ടി വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് മിനി മോട്ടർ നിർത്താൻ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കണം. അതിന് തെർമോക്കോൾ കൊണ്ട് തന്നെ സ്റ്റാൻഡ് ഉണ്ടാക്കി ആ ഗ്ലൂ ചെയ്ത് കൊടുത്ത ഭാഗത്ത് അത് ഒട്ടിച്ച് വയ്ക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മോട്ടർ നിർത്താനായിട്ട് തെർമോക്കോളിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ചെറിയ പീസ് വെട്ടിയെടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇതിലാണ് നമ്മൾ മോട്ടർ വയ്ക്കുന്നത്. ഈ മിനി മോട്ടറിൻ്റെ സ്റ്റാൻഡ് ക്യാനിൻ്റെ ഓപ്പോസിറ്റ്, അതായത് നേർക്ക് നേരെ വേണം വരാൻ. അതായത് ഈ ഒരു രീതിയിൽ വേണം വരാൻ. അപ്പോൾ ഇനി നമ്മൾക്ക് ഒരു LED ബൾബ് സെറ്റ് ചെയ്യാനുണ്ട്.
അതിനു വേണ്ടി ഒരു ചെറിയ സ്റ്റാൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു തെർമോക്കോളിൽ തന്നെ ഒരു ചെറിയ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് ആ ഗ്ലൂ ചെയ്ത ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾക്കിനി LED ബൾബിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം. ഒരു പിരമിഡിൻ്റെ ആകൃതിയിൽ ഇതേപോലെ വെട്ടിയെടുക്കുക. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു പീസ് എടുത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ 4 കാർഡ്ബോർഡിൻ്റെ പീസും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾക്ക് ഒരു LED ബൾബ് വേണം. ആ LED ബൾബിനെ ഫ്രെയിമിനുള്ളിലാക്കി കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ച് വയ്ക്കുക. ഇനി നമ്മൾ LED ബൾബിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കിയതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ആ ഫ്രെയിം ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ മിനി മോട്ടറും ഒട്ടിച്ചെടുക്കണം. അതിനെ മിനി മോട്ടറിൻ്റെ സ്റ്റാൻഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മിനി മോട്ടറിനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ LED ബൾബിൽ കണക്ട് ചെയ്ത വയറ് മിനി മോട്ടറിൽ കണക്ട് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ വയർ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ആ ക്യാൻ എടുത്ത് സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക. സെറ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്കൊരു പ്രൊപ്പല്ലർ വേണം. അത് നമ്മൾ നേരെ നമ്മുടെ മിനി മോട്ടറിൽ ഫിറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ജനറേറ്ററിൻ്റെ മേക്കിംഗ് പ്രൊസീജിയർ ഒരുവിധം കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്യാനിലേക്ക് ഒരു കാഭാഗം വെള്ളം ഒഴിച്ച് നിറയ്ക്കുക. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് മെഴുകുതിരി വെച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് ഇത് വർക്കാവില്ല. നമ്മൾ ക്യാനിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളം ചൂടായി തിളച്ചാൽ മാത്രമേ നമ്മുടെ മിനി മോട്ടർ ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുകയുള്ളൂ. നമ്മൾ ക്യാനിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ക്യാനിൻ്റെ കാഭാഗം വരുന്ന രീതിയിൽ മാത്രമേ വെള്ളം ഒഴിക്കാവൂ. വെള്ളം നമ്മൾ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ തിളയ്ക്കാൻ സമയമെടുക്കും. പെട്ടെന്ന് തന്നെ തിളക്കില്ല. അപ്പോൾ ക്യാനിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ കാഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ മിനി മോട്ടർ പ്രവർത്തിക്കുന്നത്. ക്യാനിൽ നിന്നും വരുന്ന ആ ഒരു സ്റ്റീമിൻ്റെ പവർ കുറഞ്ഞ കാരണമാണ് മോട്ടർ മെല്ലെ കറങ്ങുന്നത്. LED ബൾബിലേക്ക് വരുന്ന പവർ പോരാത്തത് കൊണ്ടാണ് കത്താത്തത്. അതായത് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പറയാം. നമ്മൾ മെഴുകുതിരി കത്തിച്ച് വെച്ച ആ ഒരു ചൂടിൽ നമ്മൾ ക്യാനിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളം തിളയ്ക്കുകയും അതിനുശേഷം ക്യാനിൻ്റെ പൈപ്പിലൂടെ വരുന്ന ആ ഒരു സ്റ്റീം അല്ലെങ്കിൽ പുക വന്ന് മിനി മോട്ടറിൽ തട്ടുകയും ചെയ്യുന്ന സമയത്ത് മിനി മോട്ടറിൽ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവും. ആ ഒരു വൈദ്യുതിയിലാണ് മോട്ടർ പ്രവർത്തിക്കുന്നത്. ക്യാനിലെ വെള്ളം തിളച്ച ശേഷം ആ ക്യാനിൻ്റെ പൈപ്പിലൂടെ ആ ഒരു സ്റ്റീം പുറത്തേക്ക് വന്നാൽ മാത്രമേ മോട്ടർ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ.